ശ്രീ കെ ശബരിനാഥൻ, ഈ ശുപാർശ ഉണ്ടായത് ഏതാണ്ട് 1.5 വർഷം മുൻപാണ്. ആ സമയത്ത് ഇത് വലിയ വാർത്തയായിരുന്നു. 1.5 വർഷം മുമ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സമയത്ത് ഇത് വലിയ വാർത്തയായിരുന്നു. കാരണം ഇത്രയധികം ലക്ഷം രൂപയുടെ അധിക വർധന വരുത്തുന്നു എന്നുള്ളത്. അന്ന് വന്ന ശുപാർശകൾ ഇതിൽ തീരുന്നതല്ല. മുൻകാല പ്രാബല്യമടക്കം പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വലിയ വർധനയ്ക്കുള്ള ശുപാർശയാണ് വന്നത്. അതിൽ ഇത് മാത്രമാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ വാർത്ത വന്നപ്പോഴുണ്ടായ പൊതുജന വികാരം എന്താണ് എന്ന്, പൊതുജന വികാരം അറിയുക എന്നുള്ളത് സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അതെന്താണ് എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് പോലും സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് 1000 ആവർത്തി പറയുന്നതിനിടയിൽ ജനങ്ങൾ ഇത് കാണും എന്നൊരു ചിന്ത പോലും ഉണ്ടാകാതെ എങ്ങനെയാണ് ഈ വർധന പ്രാബല്യത്തിൽ വരുത്തുന്നത്? അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം അതിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സെൽവരാജ് സാർ എനിക്ക് വളരെ പേഴ്സണലായിട്ട് ബന്ധമുള്ള, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം PSC മെമ്പറായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തോട് പറയാനുള്ളത്, ഈ ഒരു PSCയിലെ ആളുകൾക്ക് ശമ്പളം കൂട്ടിക്കൊടുത്താൽ വലിയൊരു ബാധ്യത ഉണ്ടാവില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഈ പറയുന്ന PSCയിലെ ചെയർമാൻ അടക്കമുള്ള അംഗങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 35 കോടി രൂപയുടെ അധിക ബാധ്യത ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുമെന്നാണ് അറിയാവുന്ന കഴിഞ്ഞത്. രണ്ടാമത്തെ അങ്ങ് പറഞ്ഞു മറ്റൊരു കാര്യം, PSC മെമ്പർമാരുടെ ജോലിഭാരമാണ്. ഏകദേശം 1 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്യുന്നത്. കൂടുതൽ ആളുകളും ഓൺലൈൻ ആപ്ലിക്കേഷൻ, ധാരാളം ഇൻ്റർവ്യൂ അടക്കമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു ജോലിഭാരം ചെയ്യുന്ന ആളുകളാണ്. ഈ കണക്ക് പറയാൻ പോവുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? ഏകദേശം 35,000 ആശാ വർക്കർമാരാണ്, 30,000 ആശാ വർക്കറാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ ഏകദേശം 3 കോടി ആളുകളാണ് നമ്മുടെ ജനസംഖ്യയുള്ളത്. ഒരു പഞ്ചായത്തിൽ 1000 ആളുകൾക്ക് ഒരു ആശ എന്ന് വെച്ചതാണ്. 1000 ആളുകളുടെ വീട്ടിൽ പോയി അവരുടെ ഡേറ്റ എടുത്ത് അവിടുത്തെ ഓരോ രേഖകളെടുത്ത് പലതവണ മലയും പുഴയും ഒക്കെ ചാടിക്കേറി പലതവണ എത്രയോ തവണ കയറി തിരികെ വീട്ടിൽ എത്താനും അവർക്ക് ഈ ഫോണിൽ ഈ ഡേറ്റ എൻട്രി ചെയ്യുന്ന തീരത്തില്ല. പിന്നെ അതെല്ലാം പകർത്തി എഴുതി പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി റെഫറൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ ആദ്യം ഫോൺ കോൾ വന്ന് ഈ പറയുന്ന പോലെ അവർക്ക് സ്കൂട്ടറൊന്നുമില്ലോ, ഓട്ടോ പിടിച്ച് പോകണം, നടന്നു പോകണം, ആശുപത്രി വിട്ടാൽ അല്ലെങ്കിൽ അവരുടെ സബ് സെൻറ്റർ വിട്ടാൽ റെസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ല. വലിയ തൊഴിൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആളുകളുടെ ജോലി ഭാരം വെച്ച് നോക്കുമ്പോൾ PSCയിലെ ആളുകൾ ചെയ്യുന്ന ജോലിക്കും ജോലി ഭാരമുണ്ട്. പക്ഷേ ആ ജോലി ഭാരത്തിൻ്റെ കാഠിന്യമില്ല എന്നൊരു തത്വം ഞാൻ പറയുകയാണ്. ഈ രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ സമാനമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് തെലങ്കാനയിൽ ഇങ്ങനെ സമരം വന്നപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ 2 വിഷയങ്ങൾ, അവരുടെ ഓണറേറിയം കൂട്ടുക എന്നുള്ള വിഷയം, അതിൽ കേന്ദ്ര വിഹിതമുണ്ട്, സംസ്ഥാന വിഹിതമുണ്ട്. കർണാടകത്തിൽ അത് വിഹിതങ്ങൾ കൂടെ കൂട്ടി 10,000-ൽ കൂടുതൽ ആശയുടെ ഇൻസെൻറ്റീവ് ആക്കാമെന്നുള്ള ഒരു വാഗ്ദാനവും ഉറപ്പും നൽകിയിരുന്നു. അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം, നേരത്തെ ശ്രീമതി മിനി പറഞ്ഞ പോലെ അവരുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഒരു ക്യാൻസർ വന്ന, ഹാർട്ട് അറ്റാക്ക് വന്ന, ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി മാർക്കില്ല, സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല. അപ്പോൾ അവർക്ക് കൂടുതൽ വേരിയബിൾ പേ അടക്കമുള്ള, അവർക്ക് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അടക്കമുള്ള, അവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ബെനിഫിറ്റ് അടക്കമുള്ള പല കാര്യങ്ങളും കർണാടകത്തിൽ ആ സമരത്തിൻ്റെ ഭാഗമായി സൂര്യചന്ദ് സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ്. 2 മാസങ്ങൾക്ക് മുമ്പാണ്. അതേപോലെ ഞാൻ നോക്കി മഹാരാഷ്ട്രയിൽ ഇതേപോലെ 5 മാസങ്ങൾക്ക് മുമ്പ് എന്താ പറയാ, വളരെ കാഴ്ചപ്പാടോടുകൂടി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഈ PSC അംഗങ്ങൾക്ക് വാഹനം വാങ്ങാൻ, കാർ വാങ്ങാൻ പലിശരഹിത വായ്പയൊക്കെ കൊടുക്കുന്നു തുടങ്ങിയ ഒരുപാട് ആനുകൂല്യങ്ങളെ പറ്റി കേൾക്കുന്നുണ്ട്. ഇത് നോക്കൂ, ഈ സ്ത്രീകൾ, അവർക്കാണ് ഈ ഒരു 2 വീലർ വാങ്ങാനുള്ള പലിശരഹിത വായ്പ കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. നമ്മുടെ സമൂഹം അപ്പാടെ മാറുകയാണല്ലോ, എത്ര വീടുകളിലേക്ക്, എത്ര ആളുകളിലേക്ക്. അപ്പോൾ അതിൽ കാഴ്ചപ്പാടിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എത്ര വലുതാണ്. ഇത്രയും വലിയ എമൗണ്ട് ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് പലിശരഹിത വായ്പയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതൊരു കാര്യം. അപ്പുറത്ത് പലിശ എന്ന് പറയുന്നത്, ഈ കഴുത്തറപ്പൻ പലിശ കൊടുത്ത് വാഹനം വാങ്ങാൻ ശേഷിയില്ലാത്ത സമൂഹത്തിന് വേണ്ടി നിരന്തരം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുറെ അധികം സ്ത്രീകൾ. ഇതിൽ ആരിലേക്കാണ് നമ്മുടെ ഈ കാഴ്ചപ്പാടും ഭാവനാശേഷിയും ചെല്ലേണ്ടത്? തീർച്ചയായിട്ടും ആ പറഞ്ഞ ആലോചിച്ചപ്പോഴാണ് ബഡ്ജറ്റിലൊരു കാര്യം തീരുമാനിച്ചത്. 15 വർഷത്തെ വാഹനങ്ങൾ മാറ്റി 100 കോടി രൂപ ചിലവാക്കി പുതിയ ഇന്നോവ പോലത്തെ കാറുകൾ വാങ്ങിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി കൂട്ടുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ 100 കോടി കാറ് വാങ്ങിക്കുന്നതിന് വരെ കേരളത്തിലെ 35,000 ആശാവർക്ക് ഇലക്ട്രിക് വെഹിക്കിളോ ഇലക്ട്രിക് സ്കൂട്ടറോ വാങ്ങിച്ചു കൊടുത്താൽ കൂടുതൽ മെച്ചപ്പെട്ടവർക്ക് പ്രവർത്തനം നടത്തുന്ന സമയത്ത് പോലും നല്ലൊരു ആശയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മന്ത്രി ചോദിച്ചു എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത്, ആരെങ്കിലും പ്രേരിപ്പിച്ചാന്നുള്ളത്. ഇത് കാറൽ മാർക്സ് ഉൾപ്പെടെ പണ്ട് പറഞ്ഞിട്ട് വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് യുണൈറ്റ് എന്നാണ്. സർവ്വലോക തൊഴിലാളികളെ സംഘടിപ്പിക്കുക, നിങ്ങൾ ആരെയും പേടിക്കേണ്ട, അവരുടെ ചങ്ങലകൾ പൊട്ടിച്ചു വരാനാണ് കമ്മ്യൂണിസം പറയുന്നത്.
അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞ ആ പാർട്ടി തന്നെ ഇവർ മറ്റാരുടെയൊക്കെ താല്പര്യപ്രകാരം സമരം ചെയ്യുകയാണെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കെതിരാണ്. മറ്റ് സംസ്ഥാനങ്ങൾ, ഞാൻ പറഞ്ഞ കർണാടകവും തമിഴ്നാടും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ, മഹാരാഷ്ട്ര അടക്കമുള്ള പല പ്രദേശങ്ങളിലും പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങൾ ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ച് ഉണ്ടാവുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്യേണ്ട സംസ്ഥാനം കേരളമല്ലേ. നമ്മൾ നാളെ അവിടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ പരസ്യം നിങ്ങളുടെ ചാനലിൽ ഞാനിപ്പോൾ കണ്ടു. ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ നാളെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴൊക്കെ ആദ്യം പറയാൻ പോകുന്നതും ഘോരം പ്രസംഗിക്കാൻ പോകുന്നതും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ചാണ്. ആ ആരോഗ്യരംഗത്തെ, കേരളത്തിൻ്റെ ഈ ആരോഗ്യരംഗത്തെ ഈ സ്വന്തം ചുമലിൽ വെക്കുന്ന ഈ പാവപ്പെട്ട ആശാ വർക്കേഴ്സ് അടക്കമുള്ള നമ്മുടെ ആരോഗ്യ സംവിധാനമാണ്. അവരുടെ സെക്രട്ടേറിയറ്റിൽ സമരം കിടക്കുമ്പോൾ വെറും 3000 രൂപ മാസം കൂട്ടാനുള്ള കാര്യത്തിന് പോലും സമരം ചെയ്യുമ്പോൾ നിങ്ങൾ അതേ ആരോഗ്യരംഗത്തിൻ്റെ മേന്മ പറഞ്ഞുകൊണ്ട് നാളെ വിദേശത്ത് ഇൻവെസ്റ്റേഴ്സ് വിളിക്കുകയാണ്. അപ്പോൾ അത് മാറണം. ഇവിടെ വികസനം വേണം, പുതിയ പദ്ധതികൾ വേണം, PSCയിൽ നല്ല ആളുകൾ വരണം. അതിനോടൊപ്പം അടിസ്ഥാന വർഗ്ഗക്കാർക്ക്, ഈ പറഞ്ഞ ആശാ വർക്കേഴ്സ്, അംഗൻവാടി അടക്കമുള്ള ആളുകളുടെ നമ്മുടെ സംവിധാനം എന്താണ്? നമ്മൾ ഈ വളർന്ന ഈ സംസ്ഥാനം ഇങ്ങനെ ആയതും മറ്റ് സംസ്ഥാനങ്ങളെക്കാളും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ, ആരോഗ്യ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു വർക്ക് ഫോഴ്സാണ്. നിങ്ങൾ ഇടതുപക്ഷ ഇക്ബാൽ സാറൊക്കെ എഴുതിയ റിപ്പോർട്ട് വായിച്ചു നോക്കിയോ, അല്ലെങ്കിൽ ലാൻസെറ്റ് റിപ്പോർട്ട് വായിച്ചു. എല്ലായിടത്തും പറയുന്ന കേരളത്തിനെ പോലെ ഇത്ര മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഫുട്ട് ഓൺ സ്ട്രീറ്റ് വാരിയേഴ്സ്, ഈ സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. കോവിഡ് സമയത്തും വോട്ടും സർക്കാർ PR നടത്തിയപ്പോഴും അതിൻ്റെ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് ഈ പറഞ്ഞ സാധാരണ കോവിഡുള്ള സമയത്ത് പോലും തനിക്ക് കോവിഡ് വരുമോ എന്ന് ഭയക്കാതെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങി ഡേറ്റ എടുക്കാൻ പോയ സ്ത്രീകളെയാണ്. ആ സ്ത്രീകളാണ് നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ ശക്തി. ഡോക്ടർമാർ കീഴെയുള്ള ഈ വലിയൊരു സംവിധാനം, ആ സംവിധാനത്തെ പുഷ്ടിപ്പെടുത്തുക എന്നതിലുപരി ആ സംവിധാനത്തിലുള്ള ബേസിക് കാര്യങ്ങൾ, ബെയർ മിനിമം റിക്വയർമെൻറ്റ്സ് ആണ്, അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഈ പറഞ്ഞ 7000 രൂപ ഇന്നത്തെ കാലത്ത് ഞാൻ ഒരു ജോലിയും താരതമ്യം ചെയ്ത് പറയുകയില്ല. ഇവിടെ അല്ലാതെ വർക്കിന് പോകുന്ന ആളുകൾക്കൊക്കെ ഒരു ദിവസം ജോലി ചെയ്യുകയാണെങ്കിൽ ഡെയിലി വേസ്, നമ്മൾ ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് നമ്മളൊരു നഗരത്തിൽ ഒരു ഇലക്ട്രീഷ്യനുള്ള ശമ്പളം എത്രയാണ്, അല്ലെങ്കിൽ അൺസ്കിൽഡിനുള്ള ശമ്പളം എത്രയാണ്? ഇത് അൺസ്കിൽഡ് ജോലിയല്ല. ഇവർക്കിത് ഫോണിലടക്കം യൂണിസെഫിൻ്റെ പല രേഖകളടക്കം പ്രധാനപ്പെട്ട കൃത്യത നടത്തുന്ന ആൾക്കാരാണ്. ഇത് പറയുമ്പോൾ അൺസ്കിൽഡ് എന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് ജോലിയല്ല, അത് വലിയ സ്കിൽ ആവശ്യമുള്ളതാണ്. ആർക്കെങ്കിലും ഒരു അസുഖമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആദിവാസിയുടെ മേഖലയിൽ പോകുന്ന ആളുകളൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് പോകുന്നത്. തീരദേശത്ത് അവിടെയൊക്കെ പോകുന്ന ആളുകൾ ജീവൻ പണയം വെച്ച് പോകുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞ ഇടുക്കിയിലും വയനാടും ഒക്കെ ആന ചൂട്ട്. എനിക്ക് പണ്ടൊരു കഥ അറിയാം. നമ്മുടെ ഒരു അംഗൻവാടി ടീച്ചറുണ്ട്. ആ ടീച്ചർ അംഗൻവാടി പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല, കാരണം വഴിയിൽ ആന ഇറങ്ങി. 2 ദിവസം അംഗൻവാടിയിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു, ആന പോയിട്ട്. ഇങ്ങനെയൊക്കെ ഏറ്റവും കടുത്ത സാമൂഹിക സാഹചര്യങ്ങളിൽ വന്ന ആളുകളെ സഹായിക്കാനുള്ളൊരു ബേസിക് കേർട്സി സർക്കാർ കാണിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്ത പോലെയുള്ള കൂടുതൽ ഇൻസെൻറ്റീവ് അടക്കമുള്ളവർക്ക് ചെയ്യണം. പിന്നെ PSCയുടെ നേരത്തെ അദ്ദേഹം സ്റ്റാറ്റ്യൂട്ടറി, ശരിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. UPSCയും സ്റ്റേറ്റ് PSCയും 325 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പക്ഷേ UPSCയുടെ നിയമത്തിൽ എവിടെയും 6 മാസം കൊണ്ട് ശമ്പളം കൂട്ടണം, അല്ലെങ്കിൽ ശമ്പളം കൂട്ടിയില്ലെങ്കിൽ അവർക്ക് ജില്ലാ ജഡ്ജി അടക്കമുള്ള ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ ശമ്പളം കൊടുത്തില്ലെങ്കിൽ അത് സർക്കാരിനെതിരെ ലയബിലിറ്റി ആവുന്ന ഒരിടത്തും ആക്ടിൽ പറയുന്നില്ല. ഭരണഘടന നോക്കുകയാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് PSC മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അവരുടെ റിട്ടയർമെൻറ്റിലുണ്ട്, അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവരെന്തൊക്കെ പ്രവർത്തികൾ ചെയ്യണമെന്നല്ലാതെ ഒരിടത്തും ഈ ശമ്പളം കൊടുത്തിട്ട് 2 മാസത്തിന് ശമ്പളം കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ശമ്പളം കൊടുത്തില്ലെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിടുന്ന ഒരിടത്തും പറയുന്നില്ല സാറേ. അത് വേണമെങ്കിൽ പിടിച്ചു വെക്കാവുന്നതാണ്. വാങ്ങുന്ന ആളുകളാണ് ഈ പറയുന്ന ഒരു ഇത്രയും പരിഗണന അധികം കൈപ്പറ്റുന്നത് എന്നുള്ളതാണ്. അത് സർക്കാരിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷേ ഏതു കാലത്ത് എന്നുള്ളത് സർക്കാർ കൃത്യമായി വിശദീകരിക്കേണ്ട കാര്യം തന്നെയാണ്.